ഒരു തെറ്റായ പ്രവൃത്തി ആരെയെല്ലാം പ്രയാസപ്പെടുത്തുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുള്ളൂ. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ ആ വിഭാഗത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കും. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതക്കാർക്ക് മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുന്നു ക്ഷീണമുണ്ടാക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കുടുംബത്തിനും നിങ്ങൾ എന്ത് ചെയ്യുന്നു അപമാനമുണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനൊരു സുഹൃത്തിൻ്റെ വീഡിയോ കണ്ട്. അപ്പം അദ്ദേഹം ഒരു വലിയ മെസ്സേജാണ് ആ വീഡിയോയുടെ നൽകുന്നത്. അതിലധികം പറയണത് ഒരു ഓട്ടോറിക്ഷക്കാരൻ, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ ഒരു കുട്ടികളായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് ആ ഓട്ടോ ഒരാവശ്യത്തിന് വേണ്ടി വിളിച്ചു. പക്ഷേ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പണം വാങ്ങിയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓട്ടോ അമിത ചാർജ് വാങ്ങുന്നു എന്നൊക്കെ വിചാരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ സ്നേഹത്തോടു കൂടെ എന്ത് ചെയ്യാണ്, എങ്ങനെ കൊടുത്തിട്ട് നിർബന്ധിച്ചിട്ടും ഓട്ടോ ചാർജ് വാങ്ങാൻ തയ്യാറാവാത്ത ഒരു നല്ല മനസ്സുള്ള ഓട്ടോക്കാരൻ. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അതിന് ശേഷം ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ക്യൂ ഇല്ലല്ലാതെ ചെന്നപ്പോൾ ഡോക്ടർ വളരെ ക്ഷുഭിതനായി തിരിച്ചയച്ചു. കുറേ സമയം വെയിറ്റ് ചെയ്തു. അദ്ദേഹത്തെ പിന്നെ കാണാൻ കുറേ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല വിദ്യാഭ്യാസവും പഠനമൊക്കെ ഉള്ള ഒരു ഡോക്ടറുടെ സമീപനവും ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷ ടാക്സി വിളിക്കുന്ന ആളുടെ ആ സമീപനവും തമ്മിലുള്ള അന്തരം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് വേറൊരു ഏരിയയാണ്. അതായത് സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മളൊരു വ്യക്തിയാണെങ്കിലും നമ്മളൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വർഗത്തെ ഒരു വിഭാഗത്തെ മൊത്തമായി പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് വളരെയധികം നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സമീപനങ്ങളിലൊക്കെ നമ്മൾ വളരെ ഉത്തരവാദിത്തം കാണിക്കണം. കാരണം നമ്മളെ മാത്രമല്ല പറയിപ്പിക്കുന്നത്, നമ്മൾ ഉൾക്കൊള്ളുന്നൊരു വലിയ സമൂഹത്തെയാണ് നമ്മൾ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ഗുണം ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും. ഒരു ഡോക്ടർ നന്നായി പ്രവർത്തിച്ചാൽ ഡോക്ടർമാർക്ക് മുഴുവനും ഉണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ്. അതേപോലെ ഒരു ടാക്സിക്കാരൻ നന്നായി പ്രവർത്തിച്ചാൽ എല്ലാ ടാക്സിക്കാർക്കുമുണ്ട് അതിൻ്റെ ഒരു മഹത്വം. മനസ്സിലായി. ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിൻ്റെ വേസ്റ്റുകളൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിൽ വരുന്ന ഉദ്യോഗസ്ഥകളായിട്ടുള്ള ഒരു ലേഡി ഒരു ചെരുപ്പിൽ ഒട്ടി നിന്ന ഒരു സ്വർണ്ണാഭരണം തിരിച്ചു കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ അത്തരം സേവനങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അംഗീകാരം ലഭിക്കുന്നൊരു കാര്യമാണത്. ഒരു അധ്യാപകൻ ചെയ്യുമ്പോൾ ആ അധ്യാപകന് സമൂഹത്തിൽ തന്നെ അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയിപ്പിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ സമൂഹത്തെ പറയിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു മുസ്ലിം ചെയ്യുമ്പോൾ അയാൾ ഇസ്ലാമിനെ പറയിപ്പിക്കും, അല്ലേ? ഒരു ഡോക്ടർ ചെയ്യുമ്പോൾ ആ ഡോക്ടറെ പറയിപ്പിക്കും. ഒരു ക്രിസ്ത്യാനി ചെയ്യുമ്പോൾ ആ ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തം പറയിപ്പിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവൃത്തി ആരെയെല്ലാം പ്രയാസപ്പെടുത്തുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുള്ളൂ. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ ആ വിഭാഗത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കും. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതക്കാർക്ക് മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുന്നു ക്ഷീണമുണ്ടാക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കുടുംബത്തിനും നിങ്ങൾ എന്ത് ചെയ്യുന്നു അപമാനമുണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഗുണദോഷങ്ങൾ നമ്മിൽ മാത്രം പരിമിതമല്ല എന്ന് ഒരു ബോധം നമുക്കുണ്ടാവണം. അത്തരത്തിലൊരു ഉത്തരവാദിത്തത്തോടു കൂടെ തന്നെ കാര്യങ്ങളെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. നമ്മൾ മാതൃകയാകുമ്പോൾ തീർച്ചയായും അതൊരു വലിയ പ്രചോദനമാണ്. ധാരാളം ആളുകൾക്ക് അതുകൊണ്ട് വലിയ പ്രചോദനങ്ങൾ ലഭിക്കും. നമ്മളെ മാതൃകയാക്കാനും അത് നല്ലതായി എന്ന് പ്രശംസിക്കാനും പറ്റും. എന്നാൽ ഒരു തിന്മയാകുമ്പോൾ ആ തിന്മ സമൂഹത്തിൽ ധാരാളം ആളുകൾ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്താൽ ഒരു പ്രശ്നമില്ല എന്ന നിലക്ക് തിന്മകൾ എന്ത് ചെയ്യുന്നു നിസ്സാരവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ സമൂഹത്തിന് നല്ല മെസ്സേജസ് കിട്ടുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. അതല്ലാതെ സമൂഹത്തിലെ തിന്മകളും അപരാധങ്ങളും പരാജയങ്ങളും എല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അപ്പോൾ നമുക്കും അങ്ങനെ ആവാമല്ലോ എന്നൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. ഗുണകരമായ പോസിറ്റീവായ നല്ല നല്ല കാര്യങ്ങളെ കണ്ടുപിടിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിലൂടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അതാണല്ലോ ശരിയായ പ്രബോധനവും ശരിയായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തനവും. അള്ളാഹു സഹായിക്കട്ടെ.